അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ദൈവവചനം വിളമ്പി ദൈവത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചുമുള്ള സത്യം പുറത്തുകൊണ്ടുവരും. നമ്മുടെ അകത്തിരിക്കുന്ന രഹസ്യ പാപങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ മാനസാന്തരം ഉളവാക്കും. അങ്ങനെ അവൻ ക്രിസ്തുവിനെ മഹത്വീകരിക്കും. അതാണ് യഥാർത്ഥ ഉണർവ്, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ നോക്കി. പരിശുദ്ധാത്മാവ് പാപബോധം ഉളവാക്കുന്ന ആത്മാവാണ്, സത്യത്തിൻ്റെ ആത്മാവാണ്, യേശുവിനെ മഹത്വീകരിക്കുന്ന ആത്മാവാണ്. ഇങ്ങനൊരു ആത്മാവാണെങ്കിലേ ആ യോഗം ഉണർവാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു ബഹളം വെച്ചത് കൊണ്ടൊന്നും അത് ഉണർവാകുകയില്ല. അപ്പോൾ ഉണർവിൻ്റെ യഥാർത്ഥ ഉണർവിൻ്റെ മുഖമുദ്ര എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു മീറ്റിംഗ് വന്നിരിക്കുന്നു. ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഏത് കാര്യമാണ്? മാനസാന്തരം.